രണ്ടുപേര് തമ്മിലുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ രണ്ടുപേര് ഇരുന്ന് സംസാരിക്കുക. നിങ്ങളൊരു ഫൗണ്ടർ എഗ്രിമെന്റ് ഉണ്ടാക്കി നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതിന് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് നിങ്ങൾ സംസാരിക്കണം എന്നുള്ളതാണ്. രണ്ടുപേര് തമ്മിലുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ രണ്ടുപേര് ഇരുന്ന് സംസാരിക്കുക. അതല്ല ഫൗണ്ടേഴ്സിൻ്റെ ഇടയിൽ ഒരു 3-4 ഫൗണ്ടേഴ്സ് ഉള്ള ഒരു എൻറ്റിറ്റി ആണ് എന്നുണ്ടെങ്കിൽ ഫൗണ്ടേഴ്സ് എല്ലാവരും ഇരുന്ന് സംസാരിക്കുക. സംസാരിക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കമ്പനിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഇത് നിങ്ങൾ തുടങ്ങുമ്പം ചിലപ്പം 3 പേരോ അല്ലെങ്കിൽ 4 പേരോ, നിങ്ങളുടെ ഫൗണ്ടേഴ്സ് എത്ര പേരാണോ അത്ര പേര് മാത്രമായിരിക്കും കമ്പനി. പക്ഷെ ഒരു സമയം കഴിയുമ്പോഴേക്കും കമ്പനി എന്ന് പറയുന്നത് പേഴ്സൺസിൽ നിന്നും ഒരുപാട് വളർന്നിട്ടുണ്ടാവും. അതിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും, ഒരുപാട് ഫാമിലീസ് ഇൻവോൾവ് ആയിരിക്കും, നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് ഉണ്ടാവും, നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ കൺസ്യൂം ചെയ്യുന്ന കൺസ്യൂമേഴ്സ് ഉണ്ടാവും, ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. ഇതൊരു ബിഗ് എക്കോസിസ്റ്റം ആണ് എന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്യണം. അപ്പം വ്യക്തികൾ മാത്രമല്ല ഒരു കമ്പനി എന്ന് പറയുന്നത്. അപ്പം വ്യക്തികളിൽ നിന്ന് പോകരുത് നിങ്ങളുടെ കോൺവെർസേഷൻ. ആ കോൺവെർസേഷൻസ് എപ്പോഴും കമ്പനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. അപ്പം നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യുമ്പോൾ പ്രൈമറി ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രൈമറി പ്രയോറിറ്റി കമ്പനിക്ക് കൊടുത്തുകൊണ്ട് കോൺവേഴ്സ് ചെയ്യുക. ഓരോ വ്യക്തികളുടെ ഈഗോകൾ മാറ്റി വെച്ചുകൊണ്ട് കമ്പനിക്ക് എന്താണ് നല്ലത് എന്നുള്ള ഫൈനൽ കൺക്ലൂഷനിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് സംസാരിച്ചിട്ട് ഇത് വർക്ക്ഔട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കുള്ളൊരു ഓപ്ഷൻ മീഡിയേഷൻ ആണ്.